കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി. ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 18-ാം വയസ്സിൽ കല്യാണം കഴിയുമ്പോൾ ഒരു 10ൻ്റെ പക്വത പോലും ഇല്ലാത്തൊരു സമയത്താണ്. കല്യാണം വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ അതൊന്നും കേട്ടില്ല. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു നോക്കി, പക്ഷേ അപ്പോൾ ഉപ്പാക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. മാനസികമായി തയ്യാറാകാത്തൊരു സമയത്താണ് കല്യാണം കഴിച്ചത്. ലോൺ എടുത്തിട്ടാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ പറഞ്ഞു. പിന്നെ വീടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഓലും കല്യാണം കഴിച്ചത്. പക്ഷേ അധികമൊന്നും സ്വർണം കൊണ്ടല്ല പോയത്, 10 പവനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് മുതൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സമാധാനം അവർ പറയണ വാക്ക് ഇതാണ്: നീ വന്നതിന് ശേഷം ഞങ്ങളുടെ സമാധാനം പോയി എന്നാണ് അവർ പറയണത്. ഇത് ഓരോ വർഷത്തിലും ഇതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഗർഭമായ സമയത്ത് ഓക്കൊരാൺകുട്ടി ഉണ്ടാവണം, ഇങ്ങോട്ട് ആൺകുട്ടികളെ വല്ലാതെ ഇറങ്ങാറാക്കണം എന്ന് വരെ ഒരു ശപിച്ചു പറഞ്ഞു. പക്ഷേ ഉണ്ടായതൊക്കെ പെൺകുട്ടികളാണ്. ആ വീട്ടിലാണെങ്കിൽ ഭയങ്കര വേർതിരിവാണെന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് വേറെ ഭക്ഷണം, പുരുഷന്മാർക്ക് വേറെ ഭക്ഷണം, നല്ലൊരു ചായ പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സമയമല്ല. അപ്പോൾ പിന്നെ ചായയും ഇതൊന്നും നല്ലോണം ഇല്ലാന്നുണ്ടെങ്കിൽ തലവേദന വരും. അപ്പോൾ രോഗിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. അപ്പോൾ ഇവർ കണ്ടെത്തുന്നൊരു കാരണം മോനോടുള്ള അമിത സ്നേഹമാണ് ഇതിനൊക്കെ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മോനാണെങ്കിൽ എന്നോട് പറയാണ്, ഉമ്മക്കും പെങ്ങന്മാർക്കും നിന്നെ നല്ലതായാൽ ഞാൻ നിന്നെ സ്നേഹിക്കും, ഉമ്മക്കും പെങ്ങന്മാർക്കൊക്കെ ഉഷാറാണെങ്കിൽ ഞാൻ, അങ്ങനെ തുടങ്ങി കുറേ വിഷയങ്ങൾ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്താ പറയുക, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഭർത്താവിനേ പറ്റൂ. ഇവിടെ ഭർത്താവിൻ്റെ നിലപാടാണ് ഈ സഹോദരി ഇത്രയും അധികം പ്രയാസങ്ങൾ അനുഭവിക്കാൻ കാരണം. അവിടെ നമ്മൾ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരു സമാധാനവും സുരക്ഷിതത്വവും നൽകുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണെന്ന് ഭർത്താക്കന്മാർ മനസ്സിലാക്കാതെ യാതൊരു രക്ഷയില്ല. അതായത് ശരിക്കും എന്താ വെച്ചാൽ, ഒരു പാരൻസ് മാതാപിതാക്കളുടെ അടുക്കൽ മക്കൾ സുരക്ഷിതരാണല്ലോ, അല്ലെ? മാതാപിതാക്കളുടെ അടുക്കൽ മക്കൾ സുരക്ഷിതരാണല്ലോ. അപ്പോൾ ഈ പെൺകുട്ടി കല്യാണം കഴിയുന്ന തലേന്ന് വരെയും അവൾ ഒരു വിഷമവും അനുഭവിച്ചിട്ടില്ല. അത്ര സമാധാനത്തിൽ വീട്ടിൽ എന്ത് ചെയ്തു, ഒരംഗത്തെ പോലെ കഴിഞ്ഞു. അവിടുന്ന് കൈ പിടിച്ചിട്ട് ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതുവരെ അനുഭവിച്ച അതേ സമാധാനവും സുഖവും ഞാൻ ഇവൾക്ക് നൽകാം, ഇവളെ സംരക്ഷകൻ ഞാനാണെന്ന് പറയാണ്. ആ സംരക്ഷകന്റെ വീട്ടിലാണ് എന്ത് ചെയ്യണത്, ഈ പെൺകുട്ടി എന്ത് ചെയ്യാണ്, ഒരു നല്ല ചായ കുടിക്കാൻ പോലും കഴിയാതെ കിടക്കണം. ഇനിയിപ്പോൾ എന്താണ് കണ്ടീഷൻ? ഇവർ നല്ല നിലക്ക് പെരുമാറാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്തു, അവൾക്ക് ഇഷ്ടമല്ലാത്തൊരു വിവാഹത്തിൽ നിർബന്ധിച്ച് തൽക്കാലം അവർ നല്ല ഭാവി കിട്ടാനായിരിക്കാം, കട്ടിച്ചു കഴിഞ്ഞാലൊക്കെ റെഡി ആയിക്കോളും എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ അവളുടെ ഈ ഒരു അവസ്ഥക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒന്നില്ലെങ്കിൽ അവളുടെ മാതാപിതാക്കൾ, അതല്ലെങ്കിൽ എന്താണ്, ഇവൻ അതിന് ശ്രമിക്കണം. അതുകൊണ്ട് ആ ഭർത്താവ് ശ്രമിക്കാതെ അതിന് യാതൊരു പരിഹാരമില്ല. ഇനി ഈ ഭർത്താവിൽ നിന്ന് അങ്ങനെ ഒരു സംരക്ഷണം കിട്ടാതെ വരുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇവർക്ക് ശ്രമിക്കാം. ഇവരിതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകണമെന്ന് യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഇതിനെന്താ വരും, എനിക്ക് ഇവിടെ സമാധാനപരമായ ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് എനിക്ക് താമസിക്കാൻ കഴിയുള്ളൂ എന്ന് സത്യസന്ധമായി പറയാം. ഒരു പണക്കല്ല, വാശിയല്ല. എനിക്കവിടെ നമ്മളോട് ഇപ്പൊ ഈ ചോദ്യത്തിൽ പറയുമ്പോൾ അവർക്ക് കഴിയാത്ത കാര്യമില്ല ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എനിക്കിപ്പാ അവിടെ പോയി നിൽക്കാൻ പറ്റൂല, എനിക്ക് നിങ്ങളെ കൂടെ വന്ന് താമസിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഇതൊന്നും സഹിച്ചു നിന്നാൽ ഞാനൊരു മാനസിക രോഗിയായി പോകും. അതുകൊണ്ട് അവിടുത്തെ ഒരു സാഹചര്യം നേരാകുമ്പോൾ ഞാൻ വരാം എന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായും എന്ത് ചെയ്യും, അയാൾക്ക് തിരിച്ചറിവുണ്ടാവും, എൻ്റെ വൈഫിന് അവിടെ താമസിക്കാൻ പറ്റും. ഇനി അങ്ങനെയാണെങ്കിൽ നീ വീട്ടിൽ നിന്നോ എന്ന് പറയുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ലത് എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കലാണ് എന്ന് തീരുമാനിക്കാൻ അവർക്ക് പറ്റണം. എൻ്റെ മക്കളെയും സംരക്ഷിച്ച് ഞാൻ എന്ത് ചെയ്തോളാം, ഒരു തൊഴിലെടുത്ത് ജീവിച്ചു പോയാലും എനിക്ക് സ്വൈരമായി ജീവിക്കാമല്ലോ എന്ന് ചിന്തിക്കണം. അപ്പോൾ നമ്മളൊരു തീരുമാനമെടുക്കണം. ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കേണ്ടവർ പരിഹാരമുണ്ടാക്കാതിരുന്നാൽ പ്രശ്നങ്ങൾക്ക് വിധേയമാകുന്നവർ എന്ത് ചെയ്യണം, വേറൊരു പരിഹാരത്തിന് വഴി കണ്ടെത്തണം. ഇപ്പോൾ ഇയാൾ ഇത്രയും നിരുത്തരവാദപരമായിട്ട് പെരുമാറുമ്പോൾ അവരെ പ്രശ്നത്തിന് അവരൊരു പരിഹാരം ഉണ്ടാക്കണം. അതും ഇല്ലാതെ വരുമ്പോൾ കാലാകാലം ഇത് സഹിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ഇത് ഈ മരുമകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റു മരുമക്കളെ പോലെയല്ല. നമ്മളവരുടെ കേസിലൊക്കെ അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, ഭർത്താവിന്റെ പിന്തുണ ഉണ്ട്, സ്നേഹമുണ്ട്, ഒക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൊടുന്ന് തള്ളിയിട്ട് എന്താണ്, ഉമ്മനെയും പെങ്ങന്മാരൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, അവൾ നിവർത്തില്ലാതെ ജീവിക്കണം അവിടെ.
ഇത് വേറൊരു അവസ്ഥയാണ്. ഇതിലൊക്കെ സ്വന്തം ചിന്തിച്ച് അവനവന്റെ ഭാവിക്ക് എന്ത് ചെയ്യണമെന്ന് സ്വയം ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടി വരും ഇവരൊക്കെ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട, പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ.